ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരിശുദ്ധ നോമ്പിൻ്റെ 4-ാം ഞായറാഴ്ചയിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. നമുക്കേവർക്കും അറിയാവുന്നതുപോലെ തന്നെ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 15-ാം അധ്യായം 12 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. നമുക്കറിയാവുന്നതും പരിചിതമായ ഒരു രംഗം തന്നെയാണ്. പുറജാതിയായ കാനാന്യ സ്ത്രീ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് തൻ്റെ മകളുടെ രോഗസൗഖ്യത്തിനായി വരുന്നതായ ഒരു രംഗമാണ്. എപ്രകാരമാണ് യേശുക്രിസ്തുവിൻ്റെ അവഹേളന എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവഹേളനകൾ ഒത്തിരിയും നമുക്ക് വന്നിട്ടുണ്ടാകാം. ദ ഇൻസൾട്ട് ദാറ്റ് വി ഹാവ് ഫേസ്ഡ് ഇൻ അവർ ലൈഫ്, ബട്ട് വി ഓൾവേസ് ഗോ ബാക്ക്വേർഡ് ആഫ്റ്റർ ആൻ ഇൻസൾട്ട്. അതായത് ഒരു അവഹേളനം ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ മുൻപോട്ട് പോകുവാനോ അല്ലെങ്കിൽ നമ്മൾ ആയിരുന്നതായ കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും പരിശ്രമിക്കുവാനായിട്ടുള്ള ഒരു ശ്രമം നമ്മളിൽ കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇവിടെ ഈ പുറജാതി സ്ത്രീ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. തൻ്റെ മകളുടെ വേദന എത്രത്തോളമാണ് എന്നുള്ളത്, അത്രത്തോളമാണ് തൻ്റെ വേദന എന്നുള്ളത് കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് താൻ ദൈവപുത്രനാണ് എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി വീണ്ടും രക്ഷ അവനിൽ തന്നെയാണ് ആശ്രയം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന പോലെ യാക്കോബ് ദൈവവുമായിട്ട് അനുഗ്രഹത്തിന് വേണ്ടി മൽപ്പിടുത്തം പിടിക്കുന്നത് ഒരു നിർബന്ധ ബുദ്ധിയായി കാണുന്നത് പോലെ തന്നെ, അതുപോലെ തന്നെയാണ് ഏലിയാൻ്റെ അനുഗ്രഹം പിടിച്ചു പറ്റുന്നതായ തൻ്റെ ശിഷ്യനായ ഏലീശയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 2 രാജാക്കന്മാരിൽ സമമായ ഒരു വീക്ഷിക്കുവാൻ പറ്റുന്ന ഒരു രംഗം തന്നെയാണ് നമുക്ക് ഇവിടെയും കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ പുറജാതിയായ സ്ത്രീ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് യേശുക്രിസ്തു ഒരു നായയോട് ഉപമിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെയും നമ്മളെ സംബന്ധിച്ചോളം നമ്മളും ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമ്മളൊന്ന് നോക്കുമ്പോൾ നമ്മളും ചിലപ്പോൾ പ്രതികരിച്ചു പോകുന്നത് വികാരത്തോടു കൂടിയാണോ എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെയാണ് ഈ കാനാന്യ സ്ത്രീ നമുക്ക് കാണിച്ചു തരുന്നത് എപ്രകാരമാണ് ഒരു ഛേദ മനോഭാവത്തോടുകൂടിയല്ല, തികച്ചും ദൈവിക മനോഭാവത്തോടു കൂടി തന്നെ വീണ്ടും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് യാചിച്ചുകൊണ്ട് ചെല്ലുന്നത് എന്ന് പറയുന്നത്. അപ്രകാരം തന്നെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഈ കാനാന്യ സ്ത്രീയുടെ കൂട്ട് തന്നെ വികാര നിർഭരയോടുകൂടി പ്രതികരിക്കുവാനല്ല, മറിച്ചോ വിവേകത്തോടു കൂടി സമീപിക്കുവാൻ നമ്മുടെ ജീവിതത്തെ നമുക്കും പാകപ്പെടുത്തുവാനായിട്ട് സാധിക്കണം. അപമാനങ്ങളോ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന നിമിഷങ്ങളിലാണെങ്കിൽ പോലും ദൈവത്തിൻ്റെതായ ഒരു സമയമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വികാരത്തോടു കൂടിയല്ല വിവേകത്തോടു കൂടി സമീപിച്ച ഈ സ്ത്രീ നമുക്ക് തീർച്ചയായിട്ടും മാതൃകയാണ്. അത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് പാകപ്പെടുത്താം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രണാമം.